ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ഷക്കീല ഷബീർ. വെൽക്കം ടു മൈ ചാനൽ L3 വൈബ്സ്. ഞങ്ങളുടെ ആദ്യ വ്ലോഗുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അതെന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ അന്നത്തെ ദിവസം ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി ഓട്ടോന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഓട്ടോ വന്ന് ഞങ്ങളെല്ലാവരും അതിൽ കയറി. കൂടെയുള്ളത് എൻ്റെ 3 കുട്ടികളാണ്. ലുബാബ, ലസിൻ, ഇയാനു. ലുബാബനെ ലുബ എന്ന് വിളിക്കും, ലസിനെ ലച്ചു എന്നും, ലിയാനെ ഇയാനു എന്നും വിളിക്കും. പിന്നെ കൂടെയുള്ളത് എൻ്റെ ഏട്ടത്തിയുടെ മകളായ നാജിയും അവളുടെ കുട്ടിയാണ് ഷസിൽ. ഹെബ്ബാളിനടുത്തുള്ള ഫീനിക്സ് മാൾ ഓഫ് ഏഷ്യയിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഫ്രണ്ട് ഷൈനിയും അവളുടെ ഫാമിലിയും ഡയറക്റ്റ് അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടായിരുന്നു പോയത്. ഒരുപാട് തവണ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ അന്നൊക്കെ ഓരോ കാരണം കൊണ്ട് അത് മുടങ്ങിപ്പോവായിരുന്നു. ഇപ്പോൾ പോയില്ലെങ്കിൽ ഇപ്പോൾ അടുത്തൊന്നും പോകാനും സാധിക്കില്ല. കാരണം ജൂൺ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ മാളിലെത്തിയപ്പോഴേക്കും അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവരെ വെയിറ്റ് ചെയ്തു. വളരെ അട്രാക്റ്റീവായിരുന്നു മാളിൻ്റെ മുൻവശം. നിങ്ങൾ ബാംഗ്ലൂരിൽ വന്നിട്ട് ഇതുവരെ ഈ ഒരു മാളിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല നഷ്ടമാണ്. കാരണം അത്രയ്ക്കും ഒരു അടിപൊളി വൈബാണ്. നിങ്ങൾ ഇനി വല്ലപ്പോഴും ബാംഗ്ലൂരിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും ഈ മാളിൽ പോകണം. കാരണം ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ അത്രയും വിസ്മയിപ്പിക്കുന്നതാണ്. അങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടും അവളുടെ മകൾ എലീസയും മദറില്ലോയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവർ ഒന്നിച്ചുള്ള ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ മാളിനുള്ളിലേക്ക് പോവുകയാണ്. അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് പുറത്തുള്ള കാഴ്ചകളൊന്നും ഒന്നുമല്ല, അതിനേക്കാൾ അതീവ മനോഹരമായിരുന്നു ഉള്ളിലുള്ള കാഴ്ചകൾ. എനിക്ക് ഇതുപോലുള്ള ലൈറ്റിങ്സും സെറ്റിങ്സൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് കാണുമ്പോഴൊക്കെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ ഡയറക്റ്റ് പോയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. പിന്നെ അവിടുന്ന് എസ്കലേറ്റർ വഴി ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങി. അപ്പോൾ അവിടെ കാണേണ്ട കാഴ്ചയായിരുന്നു. ഒരു ഗാർഡൻ സെറ്റിങ്സൊക്കെ വെച്ച് ഞങ്ങൾക്ക് അവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അവിടെ കുറച്ച് ഇരുന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു താഴെ ഇറങ്ങിയത്. പക്ഷേ അവിടെ ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല, ഫുള്ള് ആളുകളായിരുന്നു. പിന്നീട് ഞങ്ങൾ നേരെ ഗെയിം സോണിലേക്ക് പോയി. അവിടെ കുട്ടികളെ പ്ലേ സോണിൽ ഇരുത്തിയിട്ട് ഞങ്ങൾക്ക് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്ലേ സോണിൽ ഒരു കുട്ടിക്ക് 500 രൂപയാണ് ഫീ വരുന്നത്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അതായത് ഫുൾ ഡേ അവിടെ ഞങ്ങൾക്ക് അവരെ ആ ഒരു പൈസക്ക് ഇരുത്താൻ പറ്റും. സാധാരണ ബാക്കിയുള്ള മോളിൽ ടൈം ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. 1 അവർ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ഒക്കെയാണ് അവർ ഫീ ഈടാക്കിയിരുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫുൾ ഡേ ആണ്. പിന്നെ അതുപോലെ അഡൽട്ടിന് പറ്റിയിട്ടുള്ള ഓരോ സ്ലൈഡും ഉണ്ടായിരുന്നു. പിന്നെ ഗെയിം എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഇയാനുവിനെയും കൊണ്ട് ഞാൻ നടക്കുകയാണ്. ഇയാനുവിനെ എടുത്തിട്ടൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടികളെ പ്ലേ ഏരിയയിൽ വിട്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നു. പിന്നെ അടുത്ത് ഒരു സ്പൈസസിൻ്റെ ഷോപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ കയറി അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നോക്കി. ഒരുപാട് വെറൈറ്റീസ് മസാലപ്പൊടികളുണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് പപ്പടങ്ങൾ, അതായത് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ ഓരോ മസാലക്കൂട്ടുകളും ചേർത്തിട്ടുള്ള പപ്പടങ്ങളുണ്ടായിരുന്നു. പ്ലെയിൻ പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ കളർഫുള്ളായിട്ടുള്ള ഗ്രീൻ കളർ പപ്പടം. ആ ഗ്രീൻ കളർ കാണുന്നതും പപ്പടം തന്നെയാണ്. പിന്നെ അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് അച്ചാറുണ്ടായിരുന്നു. അച്ചാറിൽ തന്നെ മാംഗോ, ലെമൺ, അങ്ങനെ മാംഗോയിൽ തന്നെ പിന്നെയും വെറൈറ്റീസ് വരുന്നുണ്ട്. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, സ്വീറ്റ് പിക്കിൾസ്, പിന്നെ വേറെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ സാമ്പിൾ അവരവിടെ തന്നെ താഴെ വെച്ചിട്ടുണ്ട്. അത് വേണ്ടുന്ന ആളുകൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും പിക്കിൾസ് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാനും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാനു സ്വീറ്റ് പിക്കിളാണ് ടേസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും വേണ്ടിയിട്ട് അത് കാണിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ അവർ പിന്നെയും പിക്കിൾ എടുത്ത് കൊടുക്കും. എല്ലാവരും പിക്കിൾ ടേസ്റ്റ് ചെയ്തു. അവർ 2 വെറൈറ്റീസ് പിക്കിൾസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ബോട്ടിലിൽ നിറച്ച് വെച്ചിരിക്കുന്നത് ഓരോ സ്പൈസസാണ്. പിന്നെ ഒരു സൈഡിൽ പെപ്പർ, പിന്നെ എന്താ പറയുക, കറുവാപ്പട്ട, ഗ്രാമ്പു, അങ്ങനത്തെയൊക്കെ. മറു സൈഡിൽ ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മറു സൈഡിൽ വന്ന് നോക്കുമ്പോൾ അവിടെ സെയിൽസ് ഐറ്റംസും ഉണ്ടായിരുന്നു. ലഡുവും എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ഞാനങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ ചട്നി പൗഡർ, മിക്സ്ചർ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ക്യാൻഡി ഷോപ്പിലെത്തി. ക്യാൻഡി ഷോപ്പിൽ ഈ ഒരു ഗ്രീൻ കണ്ടിട്ടില്ലേ, ആ ഗ്രീനും റെഡും കണ്ടിട്ട് എനിക്ക് അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ പല്ലുവേദന കാരണം ഞാൻ വാങ്ങിയിട്ടില്ല. അങ്ങനെ അടുത്തത് ഞങ്ങൾ എത്തിയത് ഫുഡ് വാങ്ങാതെ വെച്ചിട്ടായിരുന്നു വന്നത്. ഫുഡ് കോർണറിൽ പോയപ്പോൾ പിന്നെ ഡോണറ്റ്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡോണറ്റ്സ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഡോണറ്റ്സ്. അപ്പോൾ ഇവരൊക്കെ അതിങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ അതിൻ്റെ വീഡിയോ എടുക്കുകയാണ്. അതുപോലെ ഇവിടെ ഒരുപാട് ഫുഡിൻ്റെ ഷോപ്പുകളുണ്ട്. ഓരോ ഷോപ്പ് എന്താ പറയുക, ഒരുപാട് വെറൈറ്റീസ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, അത്രയും റഷായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ KFCയിൽ പോയിട്ട് അവിടുന്ന് KFCയും ബർഗറും അതുപോലെ ഫ്രഞ്ച് ഫ്രൈയും പെപ്സിയൊക്കെ വാങ്ങി വന്നു. എന്നിട്ട് കുട്ടികൾ പ്ലേ സോണിൽ പോയിട്ട് കൂട്ടിയിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും സമയം വളരെ വൈകിയിട്ടുണ്ട്. ഞങ്ങൾ ഈവനിങ് 3 മണിയല്ല 3:30 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങിയതാണ്.
പക്ഷെങ്കിൽ ട്രാഫിക്കിലൊക്കെ പെട്ടിട്ട് ഞങ്ങൾ വളരെ ലേറ്റായിരുന്നു മാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ രാത്രി ഇപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് മാളിൽ നിന്ന് ഇറങ്ങാനും വേണ്ടിയിട്ട് ലേറ്റായി. ഒരു 8:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ ആകെ വണ്ടറടിച്ചു പോയി. അത്രയും മനോഹരമായൊരു കാഴ്ചയായിരുന്നു നമ്മളെ കാത്തു നിന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോവും വീഡിയോസൊക്കെ ആയിട്ട് പിന്നെയും ലേറ്റായി അവിടെ നിന്ന്. ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. കാരണം അറിയാലോ, നമ്മുടെ ഭാഷ, പ്രാദേശിക ഭാഷ എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു സ്ലാങ് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും എല്ലാ ഇതും അറിയണമെന്നില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിൽ സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരു നാട്ടിൽ സംസാരിക്കുന്നത്. അപ്പോൾ അവർക്കത് മനസ്സിലാവണമെന്നില്ല. എനിക്കും അതുപോലെ ചില ആളുകൾ സംസാരിക്കുന്നതൊന്നും എനിക്കും മനസ്സിലാവലില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോയിലൊക്കെ അതൊക്കെ കടന്നു വരും. ഇതൊക്കെ ശ്രമിച്ചിട്ട് നമുക്ക് എല്ലാ വീഡിയോയിലും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് സംസാരിക്കാനൊന്നും സാധിക്കില്ലല്ലോ. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പരമാവധി ശ്രമിക്കും. അതിനിടയിൽ ഞാനും അവിടുന്ന് മ്യൂസിക് കേട്ടിട്ട് ഡാൻസ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ആളുകൾ വന്ന് നോക്കുന്നത് കണ്ടിട്ട് ആളാകെ ചമ്മിയിട്ട് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ കുട്ടികളെ അടുത്ത എന്തെങ്കിലും കാണിച്ചില്ല. അവിടെ പോയിട്ട് വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ആ ഒരു വേഷം കെട്ടിയ ആൾക്കാരുണ്ടായിട്ടില്ലേ, മത്തനും പിന്നെ റാബിറ്റിൻ്റെ ഒക്കെ. അപ്പോൾ ഒരാളുടെ കൂടെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്ത് കുറച്ച് കഴിഞ്ഞാലായിരിക്കും അടുത്ത ആളെ കാണുക. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അടുത്തേക്ക് ഓടും. അങ്ങനെ അവരുടെ കൂടെ ഫോട്ടോവും വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും പിന്നെയും ലേറ്റാവും. ഞങ്ങൾ ഓട്ടോനെ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയിട്ടില്ല, അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓട്ടോ വരുന്നത് വരെ പിന്നെ ഞങ്ങളവിടെ അങ്ങനെ തന്നെ നിന്നു. പിന്നെ കുട്ടികളുടെ ആഗ്രഹം പോലെ അവരെ കൂടെ നിന്ന് വീഡിയോ എടുക്കലും ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെ ഓട്ടോ വന്നപ്പോൾ അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിലേക്ക് വന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഓട്ടോയിലേക്ക് വന്ന് ഞങ്ങൾ റൂമിലേക്ക് പോയി. നമ്മുടെ ഈ വ്ലോഗിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൽ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളാകെ ആ ഒരു ഫ്ലോറിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഇനിയും സെക്കൻഡ് ഫ്ലോറൊക്കെ കറങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ ഇനിയും ലേറ്റാവും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അധികം പോകാൻ നിന്നിട്ടില്ല. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതാണ് ഞങ്ങളുടെ വിജയവും. അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് കട്ടക്ക് തന്നെ കൂടെ നിൽക്കുക. വീഡിയോയുടെ ബൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും.